വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് പാലിക്കാണ്ട് കണ്ണുറക്കാൻ പറ്റത്തില്ല. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനും ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പുഴു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം അല്ലേ. കോഴിക്കോടാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭക്ഷ്യയോഗ്യമായ ഈ പുഴുവിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വിത്ത് എ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. പ്ലസ് നമ്മളൊരു ചെറിയൊരു സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ വ്ളോഗും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക്. നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതാരാന്ന് ഞാൻ കാണിച്ചില്ല. സർപ്രൈസ് ആണ്. ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. നല്ല അല്ലെന്ന് പോലും കളഞ്ഞു വില കളഞ്ഞു. ഞാൻ എന്ത് ഡയലോഗ് അടിക്കാതെ വന്നതാ. ഞാൻ ഇപ്പൊ ട്രാവൽ ചെയ്ത് വന്നേളൂ വിത്ത് ക്യാമറ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. പാവം കഷ്ടപ്പെട്ട് വന്നു. 9 മണിയായിട്ട് അതുവരെ ഞാനിവിടെ കാണാൻ വേണ്ടി മാത്രം വയനാട് വഴി കൊച്ചി പോകാനായിട്ട് ഇങ്ങോട്ട് വന്നു. അല്ലെങ്കിൽ ഞാൻ ഊട്ടി നേരിട്ട് പോയി. ഉറങ്ങണ 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ട് കണ്ണുറക്കാൻ പറ്റത്തില്ല. അല്ല, ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തു വീഡിയോയില്. ആ ഓക്കെ. വീഡിയോയില് എപ്പോഴെങ്കിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കൺഫേം പറയേണ്ടി വരുന്നു. ഞാനത് ഷൂട്ട് ചെയ്യണത്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എനിക്ക് വേണ്ടി ഇവിടെ എന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത്രയ്ക്കൊന്നുമില്ല. കുറച്ച് ഇവിടെ ഉറപ്പ് പറഞ്ഞില്ല വരുന്നത്. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ പറയും. ഞാനും ഉറപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റിസോർട്ടിൽ പോകും ചിലപ്പോ, അവിടെ പോകും ചിലപ്പോ, അല്ലെങ്കിൽ നേരെ പോകും ചിലപ്പോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഊട്ടിന്ന് നേരിട്ട് കൊച്ചിക്ക് പോകാം. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് പാലിക്കാണ്ട് വന്നത്. എനിക്ക് ചെന്നിട്ട് എഡിറ്റിംഗ് ഓർത്തിട്ടാണ് പാട്. കൊട്ടക്കണക്കിന് വീഡിയോ ഞാൻ ഷൂട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തൊരു ബുദ്ധിമുട്ടാണ്. ഫോട്ടോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒത്തിരി ഫൈൽസ് ഉണ്ടാവുമ്പോൾ ഭയങ്കര പെൻഡിങ് വന്നു കഴിഞ്ഞാൽ കുടുങ്ങി ചെയ്യാൻ. എനിക്ക് എന്റെ തായ്ലൻഡ് ഇപ്പോഴും എഡിറ്റിംഗ് ബാക്കി. ചെയ്യണം. പിന്നെ പേടിക്കണ്ട, അവളുടെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇത് വരുള്ളൂ. അതാണ് ഏറ്റവും കോമഡി. ആ കാര്യത്തിൽ ഞാൻ എന്നെ പറ്റി അഭിമാനിക്കുന്നു. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ണിയൊക്കെ വാങ്ങണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേറ്റു. പണികളങ്ങനെ കഴിയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. കുറുക്കുപ്പേരി ആയിട്ടുണ്ട്. പിന്നെന്താ, ചോറ് കൊണ്ട് വേയാണ് കുക്കറിൽ വിസിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ. പിന്നെന്താ, കൂട്ടാനും പകുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നാളികേരം ചെറുകി മിക്സ് ചെയ്ത് ഇറക്കിയതുണ്ട്. ബാക്കിയെല്ലാം കഴിഞ്ഞു. പിന്നെന്താ, അപ്പം ഞാൻ മുഖത്തൊരു പാക്ക് ഇടാൻ വിചാരിച്ചു. റോ മിൽക്ക് ഇപ്പം കിട്ടിയതാണ്. അപ്പം ഞാൻ വെച്ചിട്ട് ഫേസ് പാക്ക് ഇടാം. അതിന് ഞാൻ ഓട്സ് ആണ് എടുക്കണേ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് എപ്പോഴും നാച്ചുറൽ ഐറ്റംസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പാലും ഓട്സും മാത്രം മിക്സ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോക്ക് ചെയ്താൽ മതി. അപ്പം നല്ലൊരു തിക്കായിട്ട് വരുന്നത്. നമ്മുടെ സ്ഥിരം ചമ്മന്തി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഈ സമയത്ത് ഞാൻ നേരത്തെ സോക്ക് ചെയ്യാനിട്ടുണ്ടായില്ലേ, ആ സംഗതി നമുക്ക് മുഖത്തേക്കിടാം. അപ്പം നല്ലപോലെ സത്യത്തിൽ ഫേസ് വാഷ് രാവിലെ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്താ പറയുക, കാര്യങ്ങളൊന്നും ഇട്ട് വാഷ് ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ രാത്രിയാണല്ലോ നന്നായി വാഷ് ചെയ്യുക. എന്നാലും എനിക്കിത് കണ്ടോ കുറച്ച് ഐലൈനറിൻ്റെ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. പാലല്ലേ, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള എന്തും ഇടാം. ഇങ്ങനെയൊന്ന് കണ്ണാടി നോക്കിയിട്ട് എവിടെയെങ്കിലും ഫീൽ ചെയ്യാനുണ്ടെങ്കിൽ ഫീൽ ചെയ്യട്ടെ കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് കേട്ടോ, കടത്തിട്ട് ഈ കോട്ടിട്ടേക്ക് വന്നപ്പോൾ ഊരി വെച്ചിട്ടുള്ളൂ. പാത്രം കഴുകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഊരി വെച്ചതാ ഫുൾ കൈ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഫേസിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ദോശ ഒരു യൂഷ്വൽ 3 ഉണ്ടാക്കുക, ചായ ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കുക, നേരെ പോവുക, കുളിക്കുക. ഇതാണ് മെയിൻ പരിപാടി. ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കില്ല കേട്ടോ. ഒരു 1 hour കഴിഞ്ഞേ കുളിക്കുള്ളൂ. 10-10:15 ആയിട്ടേക്കും കുളിക്കുള്ളൂ. ഇവിടെ ഭയങ്കര തണുപ്പാവും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ഇതൊക്കെ റെഡി ആക്കി നമുക്ക് ഫേസ് നോക്കാം. അപ്പൊ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കളയട്ടെ. ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ടാണ് വാഷ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. കാര്യമായിട്ട് അങ്ങനെ ഓവറായിട്ട് സ്ക്രബൊന്നും ചെയ്യുന്നില്ല. ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. അത് ഞാൻ ലൈറ്റായിട്ട് വാഷ് ചെയ്ത് നമുക്ക് നമ്മുടെ ദോശ കഴിക്കാം. എന്നിട്ട് ബാക്കി പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പാത്രം കഴുകുക എന്നുള്ള മഹാമഹമാണ്. അപ്പൊ ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. അടുക്കള നല്ല മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. കാണിച്ചു തരാം. ഉണ്ടോ വലിച്ചു കയറിയിട്ടിരിക്കുന്ന ഇതൊക്കെ ഒന്ന്
ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കണം. അപ്പൊ ഇതാ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ആ കുക്കറിലുള്ള കറി ഒന്ന് എന്താ പറയാ ഫിനിഷ് ഓഫ് ചെയ്യണം. അത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ഉച്ചയാവാറാവുമ്പോ എന്താ പറയാ ഫിനിഷ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്കിനി പോയിട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യാനുണ്ട്. ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടെ ഭയങ്കര തണുപ്പല്ലേ, അപ്പൊ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ഓയിൽ മസാജ് കൊടുക്കാം, ഫേസിലും ഫുൾ ബോഡിയും മസാജ് കൊടുത്തിട്ട് കുളിക്കാന്നുള്ളത്. കാരണം അപ്പോഴത്തേക്കും എണ്ണ പിടിക്കുകയും ചെയ്യും, ഫുഡൊന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യുമല്ലോ. അങ്ങനെ അപ്പൊ ഇനി അത് ചെയ്യട്ടെ, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ റൂമൊന്ന് ഒതുക്കണം. അങ്ങനെ ഹലോ, അപ്പൊ ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഒരു വീഡിയോ അപ്ലോഡിന് ഇട്ടുണ്ട്, ഇനി എഡിറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് മെയിൻ പരിപാടികൾ. ഇപ്പോൾ ഫേസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റോസ് വാട്ടർ സ്പ്രിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ ഉണ്ണി ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. ഇത് കണ്ടോ, ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാ വന്നത്. എന്താണെന്നറിയില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയതായിട്ടോ. പ്യോ പനിനീറിന്റെ റോസ് ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു യെല്ലോ കണ്ടിട്ടൊന്നും വന്നിട്ടുണ്ട്, എന്താ റീസൺ എന്നറിയില്ല. പക്ഷെ നല്ല സ്മെല്ലുണ്ട്, പിന്നെ നാച്ചുറൽ ആണല്ലോ. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഫേസിൽ മിസ്റ്റ് ചെയ്യാം. ഞാനത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിപ് ബാം ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ കെയർ തൽക്കാലത്തേക്ക് ക്വിറ്റ് ചെയ്യാണ്. വീണ്ടും ഹിമാലയയിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്താ എന്റെ ഷൂട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോ എഡിറ്റ് ചെയ്യാനിരിക്കണം. എഡിറ്റിംഗ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോസസ്. ഉണ്ടാകുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ പറ്റും. കാരണം ഫോണിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. ഞാൻ കൂടുതലും ഫോണിലാണ് എഡിറ്റ് ചെയ്തായിരുന്നത്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ്, അങ്ങനെ കട്ടിങ്ങിലൊക്കെ ഓരോ ഇഷ്യൂസ് ഒക്കെ വരുന്നു. അപ്പൊ ഞാൻ നേരെ ലാപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ലാപ്പിലാണ് ബാക്കിയുള്ള എഡിറ്റിംഗ്. കണ്ടോ, അപ്പൊ ലാപ്പാണെങ്കിൽ ചാർജ് തീരെ നിൽക്കണില്ല. അപ്പൊ അത് പ്ലഗില് കുത്തിയിട്ടുകൊണ്ട് വേണം നമുക്ക് എഡിറ്റിംഗ് പരിപാടികൾ നടത്താൻ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ വയ്യാണ്ടാവും. അപ്പൊ ഇനി എഡിറ്റിംഗ് എന്ന പ്രോസസ്സിലേക്ക് കിടക്കണം. അതിനൊക്കെ കുഞ്ഞൊരു പരിപാടി കൂടി ഉണ്ട്. നെയിൽ പോളിഷ് ഒന്ന് അപ്ലൈ ചെയ്യണം. കാരണം എന്റെ നെയിൽസ് തീരെ തിക്കല്ല, ഭയങ്കര തിന്ന. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോഴേക്കണ്ടോ, അങ്ങനെ വളഞ്ഞു നിൽക്കും. അപ്പൊ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിന്റെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ആനിവേഴ്സറി ഗിഫ്റ്റിന്റെ ഒരു വീഡിയോ കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. അത് മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് ചെയ്യുള്ളൂ. അത് ലുക്ക് മാറ്റണല്ലോ. അപ്പൊ അത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നോക്കട്ടെ, പറ്റിയാൽ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്തേക്കണം. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ ഫുൾ എഡിറ്റിങ്ങിന് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വീഡിയോ. അപ്പൊ അത്രയേ ഉള്ളൂ. തന്നെ പോയിട്ട് മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്തു. അഗെയിൻ നമ്മുടെ ഹോം മെയ്ഡ് റോസ് വാട്ടർ ഒന്ന് സ്പ്രിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത്രേ ഉള്ളൂ. ഇനി അത് അവിടെ കിടന്ന് ഇങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. നെയിൽ പോളിഷ് ഇടാൻ അങ്ങനെ ബ്രാൻഡൊന്നും അല്ല കേട്ടോ, ഏതോ ഒരു കമ്പനിയുടെ ആണ്. വലിയ പ്രൈസി ആയിട്ടുള്ള സംഭവം ഒന്നല്ല. 20 രൂപ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അൽക്കാന്ന് പറഞ്ഞിട്ട് 20-23 ഉള്ളൂ. പക്ഷെ നല്ലൊരു കളറാണ് കേട്ടോ. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. കുറച്ചങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെയിൽസ് ക്ലിയർ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് ഷേപ്പ് ചെയ്ത് ഷാർപ്പൻ ചെയ്യാം. അപ്പൊ നെയിൽസ് ഒന്ന് എന്താ പറയാ, ഒന്ന് ക്ലീൻ ആക്കാന്നേ ഉള്ളൂ. ക്ലീൻ ആക്കാൻ പ്രത്യേകിച്ച് ക്ലീൻ ആക്കാനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഇന്നലെ മിനിഞ്ഞാന്നാണ്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ എടുക്കണതിന്റെ ഇടയില് ഷൂട്ട് ചെയ്യാൻ നിന്നപ്പോ ഭയങ്കര വൃത്തികേട്. നെയിൽ പോളിഷ് ഇങ്ങനെ പോയിട്ടേ, ഇട്ടിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോ വൃത്തികേടല്ലേ. അപ്പൊ ഞാനത് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്റെ ഈ ഒരു വിരലുമത്ത് മാത്രം നെയിൽസ് ഭയങ്കരമായിട്ട് തിന്നായി. അപ്പൊ ഞാനിതിന്റെ ഫൈലർ വെച്ചിട്ടൊന്നും ഇങ്ങനെ അന്നേ ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ വിട്ട് പോരുന്നുണ്ട്. എന്താണെന്നറിയില്ല. കാൽസ്യം കുറവായിട്ടാണ്, എന്തെങ്കിലും ഫുഡൊക്കെ കുറവായിട്ടായിരിക്കുള്ളൂ മിക്കവാറും. ഞാൻ ഇതിട്ട് കൊടുക്കട്ടെ. നല്ല കളറാട്ടോ അത്. നല്ലൊരു ന്യൂഡ് കൈൻഡ് ഓഫ് നല്ല അടിപൊളി കളറാ. കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറിലും ആയിട്ടൊരു ഒരു സംഭവം. ഇങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഇപ്പോ ലൈറ്റ് കളേഴ്സ് ആണ് ഇഷ്ടം. നല്ലൊരു ന്യൂഡ് കിഡു ഷെയ്ഡാണിത്. വലിയ റേറ്റും ഇല്ല, അതുകൊണ്ട് തന്നെ വാങ്ങിക്കുകയും ചെയ്യാം. നല്ല നെയിൽ കളറാണ് കേട്ടോ. ഇത് 9 ml ആണ്. അൽക്ക എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് കേട്ടോ. അത് എല്ലാ വീട്ടിലും അവൈലബിൾ ആണെന്ന് എനിക്കറിയാം. ഞാൻ തൃശ്ശൂരിൽ നിന്ന് പണ്ടെപ്പോഴോ വാങ്ങിയതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ പോയിട്ട് ഫുഡിന്റെ പരിപാടികളിലേക്ക് കിടക്കാം, ഫുഡ് കഴിക്കാം. ഇതൊക്കെയാണ് പരിപാടീസ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ നല്ല ഗംഭീരം ഉറക്കം ഉറങ്ങി. നമ്മളിതാ ഫ്ലവർ ഷോയ്ക്ക് പോവാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പം നമ്മളിതാ ഒരു ഫ്ലവർ ഷോ കം അക്വേറിയം ഷോ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പരിപാടി.
മഹോത്സവം ജനുവരി 15 മുതൽ ഫെബ്രുവരി 9 വരെ. ഉണ്ട് ഇതാ ഒളിച്ചിരിക്കുന്നുണ്ട്. തിരക്കുണ്ടല്ലേ അച്ചോ. കുഞ്ഞി പൊടി അതൊക്കെ അതുപോലെ വളരും. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള അലങ്കാര മത്സ്യങ്ങൾ, അതേപോലെ തന്നെ പെറ്റ് ഡോഗ്സ്, പിന്നെ കുറേ കിളികൾ, കോഴി, താറാവ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും, കാടക്കുഞ്ഞ്, പിന്നെന്താ കുഞ്ഞു 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 കിളികളൊക്കെ ഇല്ലേ സംഭവം, ലവ് ബേർഡ്സ്, പ്രാവ്, അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് കേട്ടോ. എന്ന് വെച്ചാൽ പക്ക പ്രാവല്ല, പഞ്ചവർണ്ണത്തത്തെ പക്ക അതല്ല, അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പല രീതിയിലുള്ള ഒരുപാട് കിളികളെ കണ്ടു. നല്ല സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ആ വക സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ പെറ്റെല്ലാ ഐറ്റംസും വരുന്നുണ്ട് കേട്ടോ. ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, മുയലുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് കാണാം. ഇത് പിന്നെ വൈറ്റ് കളറിലുള്ള ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ വീട്ടിലുള്ളിൽ വൈറ്റ് ഇല്ല, ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ മുട്ടയൊക്കെ ഉണ്ടായി അതിൽ. പിന്നെന്താ ഉടുമ്പ് പോലത്തെ സാധനങ്ങൾ, അങ്ങനത്തെ എന്തൊക്കെയോ കുറേ ഇങ്ങനെ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവിധ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് എന്താ പറയുക പക്ഷികളെങ്ങനെ കാണാമായിരുന്നു നമുക്ക്. അത്യാവശ്യം നല്ല തിരക്കും അതേപോലെ തന്നെ നല്ലോണം എന്താ പറയുക മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു സംഭവം. രസമുള്ള ഒരു പരിപാടിയാണ്. ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കരിങ്കോഴിയും അങ്ങനത്തെ കോഴികൾ, ഇവിടെയുള്ള സംഭവങ്ങൾ കുറേ കണ്ടു അവിടെ. പിന്നെ നമ്മുടെ എക്സിബിഷൻ പോലതാ കുറേ പുരാതനമായ സംഗതീസൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അതേ സീരിയൽ നമ്പറുള്ള കുറച്ച് നോട്ട്സ് 5-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും അങ്ങനെ ഒരുപാട് ഫിലിം സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഈവൻ പൊളിറ്റിക്കൽ ലീഡേഴ്സും അങ്ങനെ പല ആളുകളുടെയും ഉണ്ടായിരുന്നു. മീൻസ് ചെറിയ ആളുകൾ മുതൽ അത്രയും ലെജൻഡായിട്ടുള്ള APJ സാറിൻ്റെ വരെ ഇതിലുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ സീരിയൽ നമ്പറുള്ള നോട്ട്സ് കറൻസീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ഒരുപാട് സംഭവങ്ങൾ ഇതാ കണ്ടോ. കുറേ പേരുടെ ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് പേരുടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, കിട്ടാത്തതും ഉണ്ടാവാം. പിന്നെ കുറേ പഴയ നെസ്റ്റ് തരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായി. പഴയ മറ്റേ റീചാർജ് കാർഡ്സ് ഇല്ലേ, നമ്മൾ ഗൾഫിലേക്കൊക്കെ സ്ക്രാച്ച് ചെയ്ത് വിളിക്കുന്ന കാർഡ്സ്, പിന്നെ തീപ്പെട്ടിക്കൂട് കളക്ഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. പിന്നെ ഞാൻ ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം. തിന്നാൻ പറ്റുന്ന പുഴുക്കളുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഗുണമുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഹെയറിനുള്ള കെരാറ്റിൻ വരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അധികം ഞാൻ അതിനെ നോക്കി നിൽക്കാൻ പോയില്ല. എന്തോ പോലെ തോന്നി. അത് തിന്നുന്ന ആളുകളെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്.
പിന്നെന്താ നമ്മുടെ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു, അച്ചാറുകൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ നോർമൽ എക്സിബിഷൻ ഹാളിൽ എന്തൊക്കെ ഉണ്ടാവുക അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതാ നമ്മുടെ പഞ്ഞി മിഠായി, അത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങി, കുറച്ച് വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഞാൻ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ അത് കഴിക്കാനായിട്ട്, അപ്പോൾ കുറച്ച് വാങ്ങിച്ചുള്ളൂ. ഫുള്ള് റോസ് തന്നെ ഇവിടെ ഹൈലൈറ്റ് അല്ലേ? അപ്പോൾ എനിക്ക് എന്തൊരു ഇഷ്ടമല്ല ഫ്ലവർ ഷോ എന്ന് ക്യാപ്ഷൻ വന്നിട്ട് പിന്നെ ഫ്ലവർ ഷോ ഇവിടെ അല്ലേ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെന്താ, പിന്നെ കുറേ ഗെയിംസ് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ ഹാളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ബോൾസ് എറിഞ്ഞിട്ട് ഇന്ന സംഭവം വാങ്ങിക്കുക, പിന്നെ ഓരോ കുപ്പികളിലേക്ക് റിങ് എറിയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. കഴിച്ചോക്കോ മോളെ, വെജാ നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ ഹാളിൻ്റെ ഒരു തിരക്കായിട്ട് പട്ടാളം ഇവിടുന്ന് ഇറങ്ങാട്ടോ. വെറും വെള്ളാലോ. അപ്പോൾ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ തട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇറങ്ങുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ.